ആറ്റിങ്ങലിൽ വീണ്ടും പഴകിയ ഭക്ഷണവേട്ട. നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 12ഓളം ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ പിടികൂടിയത്. ഇന്നലെ പുലർച്ചെയായിരുന്നു ജനങ്ങളുടെ ആരോഗ്യം വച്ച് പന്താടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയത്. പല ഹോട്ടലുകളിലും അതീവ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഉപയോഗശൂന്യമായ എണ്ണയും പഴകിയ ഇറച്ചിയും പിടിച്ചെടുത്തവയിൽ പെടും. എന്നാൽ റെയ്ഡ് നടന്ന 12 സ്ഥാപനങ്ങൾ ഏതാണെന്ന് വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മറച്ചുവെക്കുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. പണം നൽകി വാങ്ങുന്ന ഭക്ഷണം മൃഗങ്ങൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കത്തുകയാണ്. അടുത്തിടെ ഒരു ഹോട്ടലിലെ അന്യസംസ്ഥാന തൊഴിലാളി ഭക്ഷണത്തിൽ മൂത്രം കലർത്തിയ വാർത്ത വിസ്മയ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ പോലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഹോട്ടൽ സംഘടനകൾ സ്വീകരിക്കുന്നത്. വൃത്തിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല സ്ഥാപനങ്ങൾക്ക് സംഘടനകൾ പിന്തുണ നൽകിക്കോളൂ. പക്ഷേ ജനങ്ങളെ രോഗികളാക്കി ലാഭം കൊയ്യുന്ന ഇത്തരം കരിഞ്ചന്തക്കാരെ സംരക്ഷിക്കരുത്. ഇതാണ് വിസ്മയ ന്യൂസിന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.